കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവഹാനിയും കനത്ത നാശനഷ്ടങ്ങളുമുണ്ടായ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി വാദിക്കുകയായിരുന്നു. പ്രളയ സഹായത്തിനായി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയിൽ കേരളത്തെയും ഉൾപ്പെടുത്തണമെന്നും എംപിമാർ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കൂടാതെ വയനാട്ടിലെ ദുരന്തം രാഹുൽ ഗാന്ധിയും പാർലമെന്റിൽ അവതരിപ്പിച്ചു. വയനാടിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു. വയനാടിന് ദുരിതാശ്വാസ സഹായമായി 5 കോടി രൂപ അടിയന്തരമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അനുവദിച്ചു. മലയാളി IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ GS സമീരൻ, ജോണി ടോം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വയനാട്ടിലെത്തും. ഇവർക്കൊപ്പം രക്ഷാപ്രവർത്തകരും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകും. അവശ്യവസ്തുക്കളും സംഘം വയനാട്ടിലെത്തിക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിന് കനത്ത മഴ പ്രതിസന്ധിയാകുന്നുണ്ട്. നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയുണ്ടാക്കുന്നു. പുലർച്ചെ 1 മണിയോടെയാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെ ചൂരൽമല സ്കൂളിന് സമീപവും ഉരുൾപൊട്ടി. മുണ്ടക്കൈയിൽ 9 ലയങ്ങൾ ഒലിച്ചുപോയി. 65 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. 35 തൊഴിലാളികളെ കാണാനില്ല. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.